ബാക്ക് ടു നിസ്ഫ വ്ളോഗ്സ്. അപ്പം ഞങ്ങൾ ഇനിയിപ്പോൾ ഉള്ളത് ട്രിവാൻഡ്രം ലുലു മോളിലാണ്. അപ്പം ഇവിടേക്ക് വരുന്നതിന് മുമ്പായിട്ട് ഞങ്ങൾ അമ്മയുടെ റെസ്റ്റോറൻറ്റിൽ കയറിയിട്ടുള്ള വിശേഷങ്ങളൊക്കെ തന്നെ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അപ്പോൾ അതിൻ്റെ വീഡിയോസ് കാണാത്തവർ തീർച്ചയായിട്ടും കാണണം കേട്ടോ. അപ്പം ഞാൻ വന്നത് ട്രിവാൻഡ്രം ലുലു മോളിലാണ്. സോ അപ്പോൾ അവിടുത്തെ സെക്കൻഡ് ഫ്ലോറിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഓക്കെ, ഞങ്ങൾക്ക് പാർക്കിംഗ് അവിടെയാണ് കേട്ടോ കിട്ടിയത്. അപ്പം ഞങ്ങൾ വന്നത് നേരെ സെക്കൻഡ് ഫ്ലോറിലോട്ടാണ്. അപ്പോൾ താഴെയാണ് നമ്മുടെ ജ്വല്ലറി സെക്ഷൻസ് ഒക്കെ ഉള്ളത്. അതായത് ക്ലാരസ് ലൈഫ് സ്റ്റൈൽ ജ്വല്ലറി, ജോസ് ആലുക്കാസ് ഒക്കെ തന്നെ ഉള്ളത് താഴത്തെ ഫ്ലോറിലാണ്. ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്ക് ലുലു ഫാഷൻ സ്റ്റോർ, അതേപോലെ തന്നെ R&B അതിൻ്റെയൊക്കെ സ്റ്റോഴ്സൊക്കെയാണ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ വ്യൂസൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ആക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവോ പ്ലീസ് 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 സബ്സ്ക്രൈബ് മൈ ചാനൽ. മാക്സിമം ഷെയർ ചെയ്ത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. കാരണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ചാനൽ അങ്ങോട്ട് അടിപൊളിയായിട്ട് മുമ്പോട്ട് പോവുകയുള്ളൂ. സോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറന്നു പോകരുത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. സോ അപ്പം ഞങ്ങൾ എൻ്റെ മോൾക്കൊരു ജീൻസ് നോക്കണമായിരുന്നു. സോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങളിങ്ങനെ വന്നപ്പോൾ R&B സ്റ്റോർ കണ്ടു. സോ അപ്പോൾ ഞങ്ങൾ അതിലോട്ടാണ് കയറുന്നത്. അപ്പോൾ ഇവിടെ നോക്കിയപ്പോൾ നല്ല ഉഗ്രൻ ഓഫേഴ്സൊക്കെ തന്നെ ഉണ്ടായിരുന്നു. എല്ലാത്തിനും 30% അങ്ങനെയൊക്കെ ഓഫ് ഇട്ടിരിക്കുന്നത് കണ്ടു. നല്ല ഹാൻഡ് ബാഗ്സ് ഒക്കെ കാണാനായിട്ട് പറ്റി. ഓക്കെ, പക്ഷെ നല്ല റേറ്റും ഉണ്ടായിരുന്നു കേട്ടോ. ഹാൻഡ് ബാഗ്സിന് ഓഫറുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹാൻഡ് ബാഗ്സിന് ഓഫർ ഇല്ലായിരുന്നു കേട്ടോ. നല്ല റേറ്റ് ഉണ്ടായിരുന്നു, പക്ഷെ നല്ല ക്വാളിറ്റി ഉള്ള നല്ല ഉഗ്രൻ ഹാൻഡ് ബാഗ് തന്നെയായിരുന്നു. ഇതൊക്കെ ഉണ്ടല്ലേ, ഇതിന് 1600 and something ആയിരുന്നു റേറ്റ് വന്നിട്ടുള്ളത്. പിന്നെ ഇത് പോളോ ടീസിൻ്റെ 799 റുപ്പീസ് സ്റ്റാർട്ടിംഗ് റേറ്റ് ആണ് ഇട്ടിരിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള കുറേ ഡ്രസ്സസൊക്കെ അവൈലബിൾ ആയിരുന്നു. ഇതിന് 399 റുപ്പീസ് ഉണ്ടായിരുന്നുള്ളേ. അപ്പോൾ ഇങ്ങനത്തെ കുറേ നല്ല നല്ല ടീഷർട്ട്സൊക്കെ കാണാനായിട്ട് പറ്റി. അപ്പോഴാണ് ഞാൻ വന്നപ്പോഴത്തേക്ക് ഇവിടെ ഈ ഒരു ടോയ്സൊക്കെ കണ്ടത്. കൊള്ളായിരുന്നു കേട്ടോ, കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു പൊടിമക്കൾസ് ഉള്ളവർക്ക് ഇതിൻ്റെ വീഡിയോ ഒന്ന് എടുത്ത് ഷെയർ ചെയ്യാമെന്നുള്ളത്. അപ്പോൾ ഇഷ്ടമുള്ളവർക്ക് ഇവിടെ ലുലു മോളിൽ വരുമ്പോഴത്തേക്ക് ഈ ഒരു സ്റ്റോറിൽ കയറിയിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ വീഡിയോ എടുത്തതാണേ. കാരണം നല്ല രസമുണ്ടായിരുന്നു ഓരോന്നിനെയും കാണാനായിട്ട്. അടിപൊളിയായിരുന്നു കേട്ടോ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോഴത്തേക്ക് ഞാൻ അപ്പോഴേ വീഡിയോ എടുത്തതാണേ. പിന്നെ ഇവിടെ നിന്നിട്ട് എൻ്റെ മക്കൾസ് ജീൻസൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ നിന്ന് ഞങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റിയില്ല. കാരണം അവളുടെ സൈസിനനുസരിച്ചിട്ടുള്ളത് കിട്ടിയില്ലായിരുന്നു കേട്ടോ. കണ്ടില്ലേ, അവൾ ഇവിടെ നിന്നിട്ട് ഡ്രസ് സെക്ഷനും അതേപോലെ തന്നെ എല്ലായിടവും ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. ഇവിടെ എല്ലാത്തിനും ഓഫേഴ്സും ഉണ്ട് കേട്ടോ. 30%, 10% ഓഫൊക്കെ ഇട്ടിട്ടുണ്ട്. നല്ല നല്ല ഡ്രസ്സസും നല്ല നല്ല കളക്ഷൻസും ഒക്കെ തന്നെ ഉണ്ടായിരുന്നേ. കണ്ടല്ലേ, എല്ലാത്തിനും നല്ല ഓഫറൊക്കെ ഇട്ടിട്ടുണ്ട്. സോ അപ്പം ഞങ്ങൾ ഇവിടെ ജസ്റ്റ് എല്ലായിടവും ഒന്ന് നോക്കി കണ്ടു. ഒന്നും വാങ്ങിച്ചതൊന്നും ഇല്ല കേട്ടോ, ജസ്റ്റ് എല്ലായിടവും എല്ലാ ഡ്രസ്സും ഒക്കെ ഒന്ന് കണ്ടതേ ഉള്ളൂ. അപ്പം ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇവിടെ ലുലു ഫാഷൻ സ്റ്റോർ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അവിടെ ഞങ്ങൾ കയറി അവിടെ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു, എങ്ങനെയുണ്ട് റേറ്റും കാര്യങ്ങളൊക്കെ എന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടി, ഓക്കെ 3 അല്ല, ഞങ്ങൾ 4 പേരുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഞങ്ങൾ 4 പേരും കൂടി അവിടെ കയറി. അപ്പം എൻ്റെ മക്കൾസ് ഈ പറഞ്ഞ കണക്ക് തന്നെ അവിടെയും ജീൻസ് തന്നെയാണ് നോക്കാൻ പോയത്. ആ ടൈമിൽ ഞാൻ ഹാൻഡ് ബാഗിൻ്റെ സെക്ഷനിൽ വന്നു. അപ്പോൾ അവിടെ റേറ്റ് കൊടുത്തിരിക്കുന്നതൊക്കെ ഇങ്ങനെയാണ്. ഒരു ഹാൻഡ് ബാഗ്സിൻ്റെ എന്താ പറയുക, ഇഷ്ടംപോലെ കളക്ഷൻസ് ആയിരുന്നു കേട്ടോ. അവിടെ നല്ല തിരക്കും ഉണ്ടായിരുന്നു കേട്ടോ ബാഗ്സൊക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ മേക്കപ്പ് പ്രോഡക്റ്റ്സ് ആണ്. അതേപോലെ സ്പ്രേകൾക്കൊക്കെ നല്ല ഓഫേഴ്സ് ഉണ്ടായിരുന്നു. 2000 സംതിങ്ങിൻ്റെ സ്പ്രേക്ക് 1000 സംതിങ്ങിന് വിൽക്കുന്നുണ്ട്. 50% ഓഫൊക്കെ ഇട്ടിട്ട് പെർഫ്യൂംസിൻ്റെ ഇതൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ഇത് നമ്മുടെ ജീൻസിൻ്റെ സെക്ഷനാണ്. അപ്പോൾ ഇവിടെ നിന്നും കൊണ്ട് അവരിങ്ങനെ നോക്കിയാണ്. അവർക്ക് ഇഷ്ടപ്പെട്ട കളറും കിട്ടണം, അത് കറക്റ്റ് സൈസും കിട്ടണം. അതാണ് 2 പേരും കൂടി നോക്കുന്നത്. ചിലത് കറക്റ്റായിട്ട് കിട്ടുമ്പോഴത്തേക്ക് സൈസ് ഓക്കെ ആവില്ല, സൈസ് ഓക്കെ ആകുമ്പോൾ കളർ ഓക്കെ ആവില്ല. അവിടെ പ്രാന്ത് പിടിച്ച് നിന്ന് അവർ നോക്കിയാണ് കേട്ടോ. ഞാൻ ആ സമയത്ത് ഇവിടുത്തെ ഹാൻഡ് ബാഗ് സെക്ഷനിൽ വന്നിട്ട് അതൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. കാരണം നല്ല ക്യൂട്ട് ഹാൻഡ് ബാഗ്സുകളുണ്ടായിരുന്നേ. പക്ഷേ എല്ലാത്തിനും നല്ല റേറ്റും ഉണ്ടായിരുന്നു. കണ്ടില്ലേ, ഇതൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. എനിക്ക് ഇതിൻ്റെ ഇടയ്ക്ക് ഒരെണ്ണം നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. അത് ഞാൻ എടുത്ത് നോക്കിയപ്പോഴത്തേക്ക് നല്ല റേറ്റ് ഉണ്ടായിരുന്നു. ഞാൻ പയ്യെ തിരിച്ച് വെച്ചിട്ട് ഞാൻ ജസ്റ്റ് വീഡിയോ എടുക്കുകയാണ് കേട്ടോ ഉണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ നിന്നിട്ട് ഒരുപാട് ആൾക്കാർ പർച്ചേസൊക്കെ ഞാൻ ചെയ്യുന്നത് കണ്ടുവേ. ഇതൊക്കെ വന്നിട്ട് കണ്ടില്ലേ, ആൾക്കാർ നോക്കിക്കൊണ്ട് നിൽക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഉണ്ട് നല്ലൊരു വെറൈറ്റി അലൻസോളിയുടെ ബാഗ് കണ്ടു കേട്ടോ. കൊള്ളായിരുന്നോ സംഭവം? പിന്നെ കണ്ടില്ലേ, ഇതെല്ലാം ഉണ്ട് കേട്ടോ. നല്ല നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. നമുക്ക് കാണാൻ ആർക്കും കാശ് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ, അപ്പോൾ ഞാനിങ്ങനെ ഇതെല്ലാം കണ്ടും കൊണ്ട് നടന്നത്. ഓഫറൊക്കെ ഉണ്ട് കേട്ടോ. ഓഫറൊക്കെ ഞാൻ കാണിച്ചു തരുന്നുണ്ട് നിങ്ങൾക്ക് വീഡിയോയിൽ. അപ്പം
ഇതൊക്കെ ഇഷ്ടമുള്ളവർക്ക് ലുലു ഫാഷൻ സ്റ്റോറിൽ കയറിയാൽ മതി, കിഡ്ലൻ ഇത് കിട്ടുവേ. പിന്നെ ഞാൻ വന്നപ്പോഴത്തേക്ക് ജ്വല്ലറി സെക്ഷൻ കണ്ടു. അറിയാലോ നമ്മുടെയൊക്കെ അതായത് പെൺകുട്ടികളുടെ എല്ലാം വീക്ക്നെസ്സാണ് ജ്വല്ലറി സെക്ഷനല്ലേ, എൻ്റെയും വീക്ക്നെസ്സാണ്. സോ ഞാനും ഇവിടെ വന്നു. അപ്പോൾ ഇവിടെ വന്നിട്ട് നോക്കിയപ്പോൾ 40% ഓഫൊക്കെ ഇട്ടിട്ട് നല്ല കിഡിലൻ കളക്ഷൻസ് എനിക്ക് കാണാനായിട്ട് പറ്റി. ഞാൻ നല്ല ജിമിക്കാടെ കളക്ഷൻസ് കാണിച്ചു തരാവേ. എന്തോ ഗ്ലാമർ ആയിരുന്നു എന്നറിയാവോ. ഒരുപാട് ഇത് ഓഫറുണ്ട്. 735 441 റുപ്പീസിന് ഇത് കിഡിലൻ ജിമിക്കായിരുന്നു എന്നറിയാവോ. പിന്നെ ഞാൻ പൊതുവേ കുറച്ച് പിശുക്കൊക്കെ ആയതുകൊണ്ട് ഇത്രയും എമൗണ്ടിനൊന്നും ഞാൻ വാങ്ങിച്ചിടാറില്ല. അതുകൊണ്ട് ഞാൻ ഇതൊക്കെ ജസ്റ്റ് കണ്ടതേ ഉള്ളൂ കേട്ടോ. പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല റേറ്റ് കുറവിന് തന്നെ നിങ്ങൾക്ക് ഇവിടുന്ന് വാങ്ങിക്കാൻ പറ്റും. കാരണം ഇവിടെ ഓഫർ ഉണ്ടായിരുന്നു. കണ്ടില്ലേ, 700 സംതിങ് ഒക്കെ 400 സംതിങ് മാത്രമേ റേറ്റ് ഉള്ളൂ. പിന്നെ വന്നിട്ട് ഇത് കിടിലനായിരുന്നു കേട്ടോ. എനിക്കങ്ങ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. 815 റുപ്പീസ് ആയിരുന്നു കേട്ടോ ഇതിൻ്റെ റേറ്റ് വന്നിട്ട്. അപ്പം നമുക്ക് ഈ നല്ലൊരു ഫങ്ഷനൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഇത് വാങ്ങിച്ചിട്ട് നല്ലോണം ഇട്ട് ചെത്താം കേട്ടോ. എവിടെ നിന്നാണ് വാങ്ങിച്ചതെന്ന് ആരായാലും ചോദിച്ചു പോകും. കാരണം അത്രയും ഗ്ലാമറസ് ആയിട്ടുള്ള കമ്മൽ സെക്ഷൻ ആയിരുന്നു കേട്ടോ. 815 റുപ്പീസ് ആയിരുന്നു അതിൻ്റെ റേറ്റ് വന്നിട്ട്. ഇതാ കണ്ടില്ലേ, നല്ല രസമല്ലേ കാണാനായിട്ട്. ഞാൻ പറയുന്നത് കറക്റ്റ് അല്ലേ? നിങ്ങൾക്ക് കമ്മൽസൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനായിട്ട് മറന്നു പോകരുതേ. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ ജിമിക്ക കളക്ഷൻസ് ആയിരുന്നു. ഇത് നല്ല എന്താ പറയണേ, നമ്മൾ കണ്ടിട്ടില്ലേ ടി വിയിലൊക്കെ തന്നെ ആക്ട്രസൊക്കെ ഇടുന്ന ടൈപ്പ് ആ ഒരു കമ്മലിൻ്റെ സെക്ഷൻസ് ആണ് കേട്ടോ. ഇതിനൊക്കെ തന്നെ ഞാൻ നേരത്തെ കാണിച്ചതുപോലുള്ള റേറ്റുകളൊക്കെ തന്നെയാണ്. 600 സംതിങ് 400 സംതിങ് അങ്ങനെയൊക്കെ റേറ്റ്. ഈ ബാങ്കിൾ എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടേ. പിന്നെ ഇത് വേറൊരു ടൈപ്പ് വെറൈറ്റി കമൽസ് ആയിരുന്നു. അപ്പോൾ അതും ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തത് നിങ്ങൾ കാണുന്നതിന് വേണ്ടിയിട്ട്. കണ്ടില്ലേ, ഇത് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ഇത് ഈ പച്ച കളർ സ്റ്റഡും അടിപൊളിയായിരുന്നു കാണാനായിട്ട്. കമ്മലിൻ്റെ ഒരു വെറൈറ്റി ഓഫ് കളക്ഷൻസ് ഉണ്ട്. നിങ്ങൾ ലുലു മാളിൽ വരുമ്പോൾ ഫാഷൻ സ്റ്റോർ വിസിറ്റ് ചെയ്യാൻ മറന്നു പോകരുതേ. ഓക്കെ, അപ്പോൾ കുറച്ച് നല്ല വിലയൊക്കെ കൊടുത്ത് വാങ്ങിക്കുന്ന ആൾക്കാർക്ക് നല്ല കളക്ഷൻസ് തന്നെയാണുള്ളത്. എന്നെപ്പോലെയുള്ള പിശുക്കുകൾ ജസ്റ്റ് നോക്കിയിട്ട് ഇതേപോലെ തിരിച്ചിറങ്ങും കേട്ടോ. ഓക്കെ, പിന്നെ ഞങ്ങൾ നേരെ വന്നിട്ട് അവിടുത്തെ ഹൈപ്പർ മാർക്കറ്റിലാണ് കയറിയത്. മക്കൾക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. സോ അപ്പോൾ ഞങ്ങൾ നേരെ അവിടുത്തെ ഹൈപ്പർ മാർക്കറ്റിൽ കയറിയേ. അപ്പോൾ ഞാൻ നോക്കിയപ്പം ഡബിൾ ഹൗസിൻ്റെ അരിപ്പൊടിക്ക് 299 റുപ്പീസ് ഇട്ടിരിക്കുന്നുണ്ടോ. അപ്പോൾ ഞാൻ കല്യാൺ ഹൈപ്പർ മാർക്കറ്റിൽ കയറിയ സമയത്ത് അവിടെ അജ്മിയുടേന് 289 റുപ്പീസ് ആയിരുന്നു കേട്ടോ 5 kg. ഇവിടെ ഡബിൾ ഹൗസിന് 299 ആണ് ഇട്ടിരിക്കുന്നത്. പിന്നെ ഇതേ നമ്മുടെ നെയ്ക്കൊക്കെ നല്ല ഓഫറുകളുണ്ടായിരുന്നു. പിന്നെ അതേപോലെ ഡവിൻ്റെ സോപ്പ് 463 413 റുപ്പീസിനാണ് ഇവിടെ റേറ്റ് ഇട്ടിരിക്കുന്നത്. സോപ്പിനൊക്കെ തന്നെ നല്ല ഓഫേഴ്സൊക്കെ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനും മക്കളും കൂടി അതൊക്കെ നോക്കി നടന്നിട്ട് ഞങ്ങൾ പെർഫ്യൂമിൻ്റെ സെക്ഷനിൽ വന്നതാണ്. എന്നിട്ട് ഓരോന്ന് എടുത്തിട്ട് ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ ഒരെണ്ണത്തിൻ്റെ മണം കിട്ടും മൊത്തടിച്ചു പോയിട്ടോ. അതിൻ്റെ എക്സ്പ്രഷനാണ് നിങ്ങൾ കണ്ടത്. ഓക്കെ, കണ്ടില്ലേ, അവരൊന്ന് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ഞങ്ങളിങ്ങനെ ഓരോന്നെടുത്ത് ടെസ്റ്റ് ചെയ്ത് നോക്കും. ശരിക്കും പറഞ്ഞാൽ എൻ്റെ വിരൽ വരെ ഞാൻ അടിച്ചു നോക്കി കേട്ടോ. കംപ്ലീറ്റ് എൻ്റെ അടുത്ത് സ്പ്രേയുടെ മണമായിരുന്നു. ഓക്കെ, പിന്നെ ഞങ്ങൾ വീണ്ടും അവിടെ നിന്നപ്പോൾ ഞങ്ങൾ അവിടുന്ന് സ്പ്രേ വാങ്ങിച്ചു കേട്ടോ. അതിനുശേഷം നേരെ വന്ന് ഞാൻ കുക്കർ നോക്കി. എനിക്കൊരു റെഡ് കളറ് ഒരു 2 ലിറ്ററിൻ്റെയൊക്കെ ഒരു കുക്കർ വേണമായിരുന്നു. പക്ഷേ അവിടെ യെല്ലോ കളറായിരുന്നു കേട്ടോ കണ്ടത്. ആൻഡ് അങ്ങനെ അത് വാങ്ങിച്ചില്ല. പിന്നെ വന്നിട്ട് മോന് നോട്ട്ബുക്കൊക്കെ കോളേജിലേക്ക് കൊണ്ടുപോകാനായിട്ട് എടുക്കാനായിട്ട് പോയി. ആ സമയത്ത് ഞാനും മോളും കൂടി നിന്ന് വീഡിയോ എടുക്കുന്നതാണിത്. ഞങ്ങൾ രണ്ടുപേരും വീഡിയോ എടുക്കുന്ന കാര്യത്തിൽ ഭയങ്കര മിടുക്കുകളാണ്, പൊളിയാണ് കേട്ടോ. ഓക്കെ, എന്ത് കിട്ടിയാലും ഞങ്ങൾ ഫോട്ടോസും എടുക്കും, ഞങ്ങൾ വീഡിയോസും എടുക്കും. ഞങ്ങൾ അങ്ങനെയാണ്. എൻ്റെ അതേ വൈബ് തന്നെയാണ് എൻ്റെ മോൾക്കും ആ കാര്യത്തിൽ. പിന്നെ ഇവിടുത്തെ ഈ ഒരു വ്യൂ ഇതാണ് കേട്ടോ. കണ്ടില്ലേ, എല്ലാ സെക്ഷനും നല്ല തിരക്കൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാവരും ഇതായിട്ട് ഇത് മോനെ വിളിക്കാനായിട്ട് എൻ്റെ മോൾ അങ്ങോട്ട് നടന്നു പോണയാണേ. കാരണം അവൻ നോട്ട്ബുക്ക് എടുക്കാൻ പോയിട്ട് പിന്നെ ഇങ്ങോട്ട് വന്നില്ല. സോ പോയി അവനെ നോക്കിയിട്ട് നേരെ അവൾ തിരിച്ചു വരുന്നതാണേ. ഇനി അവൻ പേനയൊക്കെ വേണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ചിലപ്പം അതിൻ്റെയൊക്കെ ഇടയ്ക്ക് നിൽക്കുകയായിരിക്കും. പിന്നെ ഇവർ രണ്ടുപേരും കൂടി എന്തോ ഐറ്റം എടുക്കുന്നതിന് വേണ്ടിയിട്ട് പുറത്തോട്ട് പോണതാണ്. ആ സമയത്ത് ഞാനും മോനും കൂടി നിന്ന് പ്ലേറ്റൊക്കെ നോക്കി. കാരണം പ്ലേറ്റിനൊക്കെ ഓഫേഴ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. സോ അപ്പോൾ അതൊക്കെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് നോക്കിയതാണ്. ഓഫറൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ഞാൻ മറന്നുപോയി കേട്ടോ. കാരണം ഞാൻ പോയിട്ട് 2 ദിവസമായി. അത് കഴിഞ്ഞിട്ടാണ് ഇത് അപ്ലോഡ് ആക്കുന്നത്. ഈ പ്ലേറ്റ് കാണാൻ രസമുണ്ടായിരുന്നു. അതെ, ഞാനത് വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ ഓഫറിൻ്റെത്. ഓക്കെ,
അപ്പോൾ ഇതിനൊക്കെ നല്ല ഓഫേഴ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. കയറുമ്പോൾ നിങ്ങൾ നോക്കിയാൽ മതി കേട്ടോ. പിന്നെ ഞാൻ ജസ്റ്റ് ഗ്ലാസ് സെക്ഷനൊക്കെ ഇങ്ങനെ നോക്കി നടക്കുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. നല്ല ഗ്ലാസ്സൊക്കെ ഉണ്ട്, നല്ല ക്യൂട്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വാങ്ങിക്കാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കിയതാണ്. പക്ഷേ എനിക്കങ്ങോട്ട് അത്രയ്ക്ക് അങ്ങോട്ട് എന്താണ് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അപ്പം ഞാൻ ജസ്റ്റ് ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ വെറുതെ അല്ല ഇങ്ങനെ റേറ്റൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ നടന്നു ചെയ്തു കേട്ടോ. ഓക്കെ, അപ്പം ഈ ഗ്ലാസ് എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പം മോൻ പറഞ്ഞു വേണ്ട വേണ്ട അത് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പയ്യെ അവിടെ വെച്ചു. എന്നിട്ട് വേറെ വല്ലതും ഉണ്ടോ എന്ന് ഇങ്ങനെ ഞാൻ നോക്കിയാണ്. ഗ്ലാസ്സിനൊക്കെ റേറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ തരക്കേടില്ലാത്ത റേറ്റ് ആയിരുന്നേ. ഇത് അവന് വേണ്ടുള്ള ഐറ്റം പോയി വാങ്ങിക്കുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. സലാഡിൻ്റെ ഇതൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ പോയി അവൻ എടുത്തതാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ. സോ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. സോ bye bye.